നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കത്ത് കിണറിലെ വെള്ളം തിളച്ചുമറിയുന്നു. അപൂർവ പ്രതിഭാസം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ. പ്രതിഭാസത്തിന്റെ കാരണമറിയാനുള്ള ആകാംക്ഷയോടെ നാട്ടുകാർ. ശക്തമായ തിരയിൽ ചേറ്റുവ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് തകർന്നു. വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന വലകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് RARS മേധാവി ഡോക്ടർ പി രാജി. കൃഷി വിജ്ഞാന കേന്ദ്രം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ദീപശിഖ പ്രയാണത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കത്ത് കിണറിലെ വെള്ളം തിളച്ചുമറിയുന്നു. വടക്കാഞ്ചേരി മലാക്കം സ്വദേശി മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിലാണ് ഈ അപൂർവ പ്രതിഭാസം. രാവിലെയാണ് കിണറിലെ വെള്ളം ഇളകിമറിയുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങിയെത്തി കിണറിലേക്ക് നോക്കിയപ്പോഴാണ് വെള്ളം തിളച്ചുമറിയുന്നതായി ഗൃഹനാഥയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പ്രദേശത്തെ ഒട്ടുമിക്ക കിണറുകളും നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിക്കുന്നത്. ഞാൻ രാവിലെ പാല് വണ്ടി കൊടുത്തേച്ച് വരുമ്പോഴേക്ക് വെറുതെ കിണറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അപ്പം എന്ത് വേണ്ടി ഇതിങ്ങനെ മറിഞ്ഞു വരണോ? ഞാൻ എല്ലാ സമയത്തും കിണറ് നോക്കും. വെറുതെ നോക്കണ സന്തോഷം കൊണ്ട്. അപ്പം ഇന്നിപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇതിപ്പോൾ ചില സമയത്ത് കൂടി വരും, ചില സമയത്ത് കുറഞ്ഞു പോകും. വിവരമറിഞ്ഞ നിരവധി പേരാണ് മേരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സംഭവം റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസം രൂപപ്പെടാൻ എന്താണ് കാരണമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മേരിയും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിൽ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഠിപ്പ് കൂടിയതാണ്, അതാണ് പ്രശ്നം അല്ലേ? പണ്ട് ഈ ഓരോ കുടുംബങ്ങളിലും ഇപ്പം നമ്മൾ കുടുംബത്തിൻ്റെ വലിപ്പം അളക്കുന്നത് എത്ര മക്കളാ? 2 കുട്ടികൾ പോരാ. എത്ര മക്കളാ? 8 മക്കൾ. തരക്കേടില്ലാത്ത കുടുംബം അല്ലേ? അതുപോലെ ഈ 8 മക്കളുണ്ടെങ്കിലും പണ്ടത്തെ കുടുംബങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളാണ്. പരിപാടിയിൽ ഡയറക്ടർ പ്രവീൺ സേതുമാധവൻ അധ്യക്ഷനായി. സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് നടത്തി അവർക്ക് സാന്ത്വനം നൽകുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബിരുദം നേടിയ 10 പേരെ ആദരിച്ചു. പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രദീപ് തോട്ടേക്കാട് ക്ലാസുകൾ നയിച്ചു. ട്രിപ്പിൾ N അക്കാദമി ഡയറക്ടർ ജസീല മുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് മുഖാമുഖം ഉദ്ഘാടനം ചെയ്ത RARS മേധാവി ഡോക്ടർ പി രാജി പറഞ്ഞു. കാർഷിക മേഖലയിലെ പല പ്രതിസന്ധികളെക്കുറിച്ചും മുഖാമുഖം ചർച്ച ചെയ്തു. കൃഷി പരിപാലന രീതിയും വിത്തുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. മധ്യമേഖല പ്രാദേശിക വിജ്ഞാപന കേന്ദ്രം പട്ടാമ്പിയും വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് മണ്ണുത്തിയും സംയുക്തമായാണ് പട്ടാമ്പി RARSൽ കാർഷിക ശാസ്ത്രജ്ഞ മുഖാമുഖ പരിപാടി സംഘടിപ്പിച്ചത്. RARS മേധാവി ഡോക്ടർ പി രാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് കാർഷിക മേഖലയിൽ ഇന്നുള്ളത്. ഇതിനെ മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരുത്തരും പ്രയത്നിക്കണം. ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും കർഷകരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കൂവെന്നും ഡോക്ടർ പി രാജി പറഞ്ഞു. മുൻപിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രളയമായിട്ടും വരൾച്ചയായിട്ടും ഉയർന്ന താപനിലയായിട്ടും പല രീതിയിലാണ് നമ്മുടെ മുൻപിൽ പല പ്രശ്നങ്ങളും തീരെ അപ്രതീക്ഷിതമായി ഇരിക്കുമ്പോൾ വന്നു ചേരുന്നത്. ഈ പ്രതിസന്ധികളെയെല്ലാം നമുക്ക് മറികടന്നേ മതിയാവും. കാരണം നമുക്ക് കൃഷി എങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ ഒരു കാര്യത്തിനായി നമ്മൾ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും മറ്റ് വിജ്ഞാന വ്യാപന വകുപ്പുകളും കർഷകരും നമ്മൾ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും ഇതിനെയൊക്കെ നമുക്ക് നേരിടാനും മറികടക്കാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ചാലക്കുടി ARS മേധാവി ഡോക്ടർ എ ലത ചടങ്ങിൽ അധ്യക്ഷയായി. ഡോക്ടർ KV സുമിയ, ഷീന, മുരളി, ശ്രീലേഖ, വിമി ലൂയിസ്,
ഡോക്ടർ ജലജ എസ് മേനോൻ, ഡോക്ടർ എസ് പ്രമീള, മൊയ്തീൻകുട്ടി, ഡോക്ടർ പി തുളസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകരുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. നിലവിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. നെല്ല്, വാഴ, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, കശുമാവ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷി പരിപാലന രീതിയും വിത്തുകളുടെ പ്രദർശനവും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശക്തമായ തിരയിൽ തൃശൂർ ചേറ്റുവ പുഴയുടെ തീരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് ഭാഗികമായി തകർന്നു. മുനക്കടവ് അഴിമുഖം സ്വദേശി വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനം നടത്താനായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന വിവരമറിയുന്നത്. വഞ്ചിയിലുണ്ടായിരുന്ന വലകളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായും നശിച്ചു. കടലിനോട് ചേർന്ന മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഫൈബർ വഞ്ചി കെട്ടിയിരുന്നത്. ശക്തമായ തിരയടിച്ചതോടെ കയർ പൊട്ടിയ ശേഷം വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. മുനക്കക്കടവ് അഴിമുഖം സ്വദേശി വിനോദിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ദീപശിഖ പ്രയാണത്തിന് പട്ടാമ്പിയിലും സ്വീകരണം നൽകി. തൃശൂർ KVK മേധാവി ഡോക്ടർ മേരി റജീനയുടെ കയ്യിൽ നിന്നും പാലക്കാട് KVK മേധാവി ഡോക്ടർ സുമിയ ദീപശിഖ ഏറ്റുവാങ്ങി. ഇന്ന് രാജ്യം മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു ബൃഹത് ശൃംഖലയാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. ഇന്ന് KVK 50 വർഷത്തിൻ്റെ നിറവിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചത്. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ നിന്നെത്തിയ ദീപശിഖ പ്രയാണത്തിനാണ് പട്ടാമ്പി KVKയിലും സ്വീകരണം ലഭിച്ചത്. തൃശ്ശൂർ KVK മേധാവി ഡോക്ടർ മേരി റജിനയുടെ കയ്യിൽ നിന്നും പാലക്കാട് KVK മേധാവി ഡോക്ടർ സുമിയ ദീപശിഖ ഏറ്റുവാങ്ങി. ഡോക്ടർ പി രാജു ഉൾപ്പെടെയുള്ള നിരവധി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു. KVK ഏർപ്പെടുത്തിയ വിവിധ ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. AISF മുണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുണ്ടൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അന്ന് പ്രത്യേകിച്ച് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു ചരിത്രം നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് പൊതുവെ നമുക്കൊരു താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം പഠിക്കുന്നതിനോട് പോലും വലിയ താല്പര്യം വരും കാണിക്കാറില്ല. 10ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം ചരിത്രം പഠിച്ചേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് ഹിസ്റ്ററി നമ്മളൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പോകുന്നത് ചോദിച്ചാൽ എല്ലാവരും പറയും അത് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ്, ഇങ്ങനെ എല്ലാം കാര്യങ്ങളാണ്. നല്ലോണം പഠിക്കുന്നവരെല്ലാം അവരെല്ലാം സയൻസ് പഠിക്കും. നല്ലോണം പഠിക്കുന്നവരെല്ലാം സയൻസ് പഠിക്കും. പിന്നെ ഒന്നും കിട്ടാത്തവർക്കുള്ള ബാക്കിയുള്ള ആർട്സ് ആൻഡ് കൊമേഴ്സ് ഇത്തരം സബ്ജക്റ്റുകൾ എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും വെച്ച് വളർത്തുന്നത് ഇപ്പോഴും. പരിപാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 65ഓളം വിദ്യാർത്ഥികളെയും MBBS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സുരഭി ലക്ഷ്മണനെയും ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം സൂര്യ സുകുമാരനെയും മുണ്ടൂർ പഞ്ചായത്തിലെ മികച്ച കർഷകൻ പൂതന്നൂർ പൂച്ചരിക്കാട് മുഹമ്മദ് അലിയെയുമാണ് അനുമോദിച്ചത്. അനുമോദന യോഗത്തിൽ AISF ജില്ലാ പ്രസിഡന്റ് അപർണ ബാലകൃഷ്ണൻ അധ്യക്ഷയായി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മുഖ്യ അതിഥിയായി. CPI മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി AR ബാലകൃഷ്ണൻ, AIBEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, AITUC സംസ്ഥാന സെക്രട്ടറി ജയബാലൻ, AISF ജില്ലാ സെക്രട്ടറി K ഷിനാഫ്, CPI മണ്ഡലം സെക്രട്ടറി TV വിജയൻ, AIYF മണ്ഡലം സെക്രട്ടറി വിജേഷ്, AISF മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നവീനമായ തൊഴിലവസരങ്ങളും മാർഗനിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ മേഴ്സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനി AV ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. PK സുധാകരൻ സ്മാരക ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറിയും നഗരസഭ 3ാം വാർഡ് CPM കമ്മിറ്റിയും സംയുക്തമായി SSLC +2 വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ബോധ്യത്തിലേക്ക് വരേണ്ടത് നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ പണം ചെലവഴിക്കുന്ന നാട് നമ്മുടെ കേരളമാണ്.
നമുക്ക് ചിലർക്കെങ്കിലും തോന്നാം ഞാൻ നന്നായി പഠിച്ചു, ഞാൻ മാർക്ക് വാങ്ങി, ഞാൻ ഗ്രേഡ് വാങ്ങി, എനിക്കുള്ള വിജയമാണ്, അത് എൻ്റേതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, അങ്ങനെ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നാം കേരളത്തിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ പഠിക്കാനായത് എന്ന് നമ്മുടെ മക്കൾക്ക്, രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത, കെ അബ്ദുൽ നാസർ, വരോട് LC സെക്രട്ടറി PC സോമൻ, വാർഡ് കൗൺസിലർ കെ സുരേഷ്, വായനശാല അംഗം PK പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. അനുമോദന സദസ്സിനോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല ചെയർപേഴ്സൺ ഡോക്ടർ സംഗീത ചേനമ്പുല്ലി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി മുസ്ലിം വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പിയുടെ സംഘടനാ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഹമ്മദ് മുഹ്സിൻ MLA നിർവഹിച്ചു. പ്രാധാന്യം എന്താണ്, പ്രത്യേകിച്ച് ചിത്രകലയുടെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാക്കി ഉള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഏത് തരം മനുഷ്യരെയും ചിന്തിപ്പിക്കാൻ കലയ്ക്ക് കഴിയും. ചിത്രകലയ്ക്ക് പ്രത്യേകിച്ച് ഒരു കവിത ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം ഭാഷ അറിയണം. അതല്ലെങ്കിൽ അക്ഷരങ്ങളെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിവില്ലാതെ കഴിയില്ല. എന്നാൽ ചിത്രകലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിരക്ഷരൻ എന്ന് പറയാൻ അക്ഷരം അറിയാത്ത ആൾ എന്നുള്ള നിലയ്ക്ക് ഒന്നും അറിയാത്ത ആളായിരിക്കില്ല. ജനിച്ചു വീണാൽ തന്നെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്കും കാണാനും ആസ്വദിക്കാനും മാത്രമല്ല അവൻ്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകളെയും കൊണ്ടുവരാനും കഴിയുന്നതാണ് ചിത്രകല. ചിത്രപ്രദർശനം ക്യാമ്പ് ഉദ്ഘാടനം ചിത്രകാരി ശ്രീജ പള്ളം നിർവഹിച്ചു. ശാസ്ത്രി ശർമ്മൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PN പരമേശ്വരൻ അധ്യക്ഷനായി. കവി P രാമൻ, പ്രൊഫസർ CP ചിത്ര, പട്ടാമ്പി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N രാജൻ, നഗരസഭാ കൗൺസിലർ ലബീബ യൂസുഫ് തുടങ്ങിയവർ സംസാരിച്ചു. N ഇന്ദിര, ജ്യോതി അമ്പാട്ട് തുടങ്ങിയവർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. പട്ടാമ്പി പ്രദേശത്തെ ചിത്രശില്പ കലാപ്രവർത്തകരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ്. തൊഴിൽപരമായും ജീവിതശൈലിയുടെ ഭാഗമായും കലാസൃഷ്ടി നടത്തുന്ന പട്ടാമ്പി പ്രദേശത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ മാസവും തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് ചിത്രകലാ ക്യാമ്പ് നടത്തുക, വർഷത്തിലൊരു പ്രദർശനം നടത്തുക എന്നതാണ് ക്യാമ്പിന്റെ പ്രാഥമിക ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് മാസങ്ങളായെന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി നഗരസഭാ സെക്രട്ടറി PS രാജേഷിന് നിവേദനം നൽകി. INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നഗരസഭയിലെത്തിയാണ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയത്. വൈസ് പ്രസിഡന്റ് കാർത്തിയായനി, മണ്ഡലം സെക്രട്ടറി വിനോദ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. 2022 വർഷത്തെ 4 ബില്ലിൻ്റെ തുകയും 2023 വർഷത്തെ 4 ബില്ലിൻ്റെ തുകയും ഭാരതപ്പുഴ ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള 48 തൊഴിൽ ദിനങ്ങളുടെ ബില്ലിൻ്റെ തുകയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. മുടങ്ങിക്കിടക്കുന്ന തുക ഉടൻ തന്നെ തൊഴിലാളികൾക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം തൊഴിലാളികളെ അണിനിരത്തി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും പ്രസിഡന്റ് വിനയകുമാർ പറഞ്ഞു. വളരെ നമുക്കറിയാം, ക്ഷേമ പെൻഷൻ പോലും കേരള സംസ്ഥാനത്ത് യഥാസമയം വിതരണം ചെയ്യാത്ത ഒരു അവസ്ഥയിൽ മരുന്ന് പോലും മേടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഈ പണിയെടുത്ത വേതനം, തൊഴിലുറപ്പിൻ്റെ ഈ വേതനം യഥാസമയം വിതരണം ചെയ്യാത്തതിലുള്ള ബുദ്ധിമുട്ട്, അതനുഭവിക്കുന്ന ഈ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് വളരെ ദയനീയമാണ്. അപ്പോൾ ഈ അവസ്ഥ തൊട്ടറിഞ്ഞ ആളെന്ന നിലയിൽ INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ഇതിൻ്റെ വിതരണം ഷൊർണൂർ നഗരസഭ യഥാസമയം കൊണ്ടുവരുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുന്നതിൽ അപാകതയോ എന്തെങ്കിലും ഉണ്ടാകുന്ന പക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കടക്കുകയാണ്.
അതേസമയം ഫണ്ട് വരുന്ന മുറയ്ക്ക് മുഴുവൻ വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനുള്ള തുക നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. അമ്പലപ്പാറ ALP സ്കൂളിൽ നടന്ന യോഗം സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി T ഉമർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ EK രാജൻ വരവ് ചെലവ് കണക്ക് വായിച്ചു. ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗം അംഗീകരിച്ച് പാസാക്കി. SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. വിജയികൾക്ക് മൊമെന്റോ സമ്മാനിച്ചു. ഒറ്റപ്പാലം മണ്ഡലം കൺവീനർ O അരവിന്ദൻ, അമ്പലപ്പാറ യൂണിറ്റ് രക്ഷാധികാരി KMS മൊയ്തീൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളായി PK ചന്ദ്രശേഖരൻ പ്രസിഡന്റ്, T ഉമർ ജനറൽ സെക്രട്ടറി, EK രാജൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. E അബ്ദുൾ ഷുക്കൂർ സ്വാഗതവും PK മുരളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി തെക്കുംകര മലാക്കത്ത് കിണറിലെ വെള്ളം തിളച്ചുമറിയുന്നു. അപൂർവ പ്രതിഭാസം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ. പ്രതിഭാസത്തിന്റെ കാരണമറിയാനുള്ള ആകാംക്ഷയോടെ നാട്ടുകാർ. ശക്തമായ തിരയിൽ ചേറ്റുവ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് തകർന്നു. വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന വലകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി. കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് RARS മേധാവി ഡോക്ടർ P രാജീവ്. കൃഷി വിജ്ഞാന കേന്ദ്രം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ദീപശിഖാ പ്രയാണത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.